ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എന്നും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെയല്ലേ കഴിക്കുന്നത്. ഇന്നൊന്ന് മാറ്റി നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് സാബുദാന കിച്ചടിയാണ്. ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടായപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വന്നപ്പം നമുക്കതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കടുവും ഇടാം. കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 2-3 പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം. കാരണം അത് എരിവിന് ആവശ്യമുള്ള മുളകാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഒരു 3 മുളക് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് മൂത്ത് വന്നപ്പം അതിലേക്ക് 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചതിട്ട്, സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ആ ഒരു പച്ചയൊക്കെ മാറി ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഒരു 2 ഉരുളക്കിഴങ്ങിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചു ഞാനത് അതിനകത്തോട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് കരിയാപ്പില കൂടെ ഇടാം. കരിയാപ്പില ഇല്ലാത്ത പണി നമുക്കില്ലല്ലോ. അതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. പകുതി വേവായപ്പം അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുമ്പം സ്വീറ്റ് കോണാണ്, അത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ സാബുദാന, മെയിൻ സാധനം അതാണല്ലോ, സാബുദാന. ഞാൻ 1 കപ്പ് സാബുദാന നന്നായിട്ട് കഴുകി 1 കപ്പ് വെള്ളം ഒഴിച്ച് രാവിലെ വെച്ചിരുന്നു. അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുതിർന്നത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന് ഒരു എരിവും പുളിയും മധുരവും ഒക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാൻ ശകലം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് നമുക്കതിനകത്ത് ഇളക്കാം. കപ്പലണ്ടി ഞാൻ തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പൊടിച്ചു മിക്സിയിൽ, നന്നായിട്ടല്ല ചെറിയ രീതിയിൽ, ഒരു 2 മുറിയുന്നത് പോലെ. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അരമുറി നാരങ്ങയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഇതിന് എരിവും പുളിയും ഉപ്പുമായി. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ സാബുദാന വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. പിന്നീട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇത് അടച്ച് വെച്ച് ആവിയിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.